നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ടെക്സ്റ്റ് അനലിറ്റിക്സ് ആൻഡ് ബിഗ് ഡാറ്റ. നമുക്ക് ടെക്സ്റ്റ് അനലിറ്റിക്സ് നമ്മൾ ജസ്റ്റ് തുടങ്ങി കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ടെക്സ്റ്റ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്തായിരുന്നു? ട്രാൻസ്ഫോമിങ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ ഇൻറ്റു സ്ട്രക്ചേർഡ് ഡാറ്റ അല്ലേ, അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ഡാറ്റയിൽ നിന്ന് അതിലുള്ള വാല്യുബിൾ ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിനായിരുന്നു ടെക്സ്റ്റ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ടെക്സ്റ്റ് അനലിറ്റിക്സ് ആൻഡ് വാട്ട് ഈസ് ബിഗ് ഡാറ്റ, അതുമൊക്കെ ആയിട്ടുള്ള ഒരു റിലേഷൻ, അതിനെക്കൊണ്ടുള്ള യൂസേജ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നോക്കാം. Most data is unstructured. Unstructured data includes information stored internally such as documents, emails, and customer correspondence, as well as external information sources that are important to your organization such as tweets, blogs, YouTube videos, and satellite imagery. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പെയൊക്കെ കുറേ പ്രാവശ്യം പറഞ്ഞാണ്, ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ഓരോ ഡിസിഷൻ മേക്കിങ്ങിന് അല്ലെങ്കിൽ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റാസാണ് എടുക്കുന്നത്. വൺ ഇസ് ദി ഇൻറ്റേർണൽ ഡാറ്റ. ഇൻറ്റേർണൽ ഡാറ്റ പറഞ്ഞാൽ വിത്തിൻ ദ ഓർഗനൈസേഷൻ, അവരുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഡാറ്റ, അവരുടെ ഡോക്യുമെൻറ്റ്സിൽ സേവ് ചെയ്ത് വെച്ചതും അവർക്ക് ഇമെയിലായിട്ട് വന്നിട്ടുള്ള ഡാറ്റാസും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ള ഡാറ്റയും അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണലായിട്ട് വരുന്ന ഡാറ്റ. അത് കൂടാണ്ട് വരുന്നതാണ് എക്സ്റ്റേണൽ ഡാറ്റ. എക്സ്റ്റേണൽ ഡാറ്റ പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ്, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് പല ഗൂഗിൾ വഴിയും പിന്നെ ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഓരോ ഇത് വഴിയൊക്കെ കിട്ടും. അങ്ങനെ എക്സ്റ്റേണൽ സോഴ്സസ് അല്ലേ, ലൈക്ക് ട്വിറ്റർ അല്ലെങ്കിൽ ഫേസ്ബുക്ക്, അങ്ങനെയുള്ള എക്സ്റ്റേണൽ സോഴ്സസ് നമുക്ക് കിട്ടുന്ന കുറേ ഡാറ്റാസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഡാറ്റാസും ഈ ഇൻറ്റേർണൽ ഡാറ്റയൊക്കെയാണ് ആരെടുക്കുന്നത്? നമ്മുടെ ഈ ഓരോ ഓർഗനൈസേഷനും യൂസ് ചെയ്യുന്നത്. ഓക്കെ. So, the amount and variety of this data are growing rapidly. Increasingly, companies want to take advantage of this wealth of data to understand the implication for their business today and in the future. അപ്പോൾ എന്താ ചെയ്യണം? നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ, നമ്മളൊരു ഓർഗനൈസേഷനെ ഇതാക്കി നോക്കുകയാണെങ്കിൽ ആ ഓർഗനൈസേഷനിലേക്ക് വരുന്ന ഈ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആൻഡ് ഓർഗനൈസേഷൻ പണ്ട് ഇങ്ങനെയുള്ള ഡാറ്റാസ് ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ അവർക്ക് തോന്നി അതിലും എന്തെങ്കിലുമൊക്കെ ഈ ബിഗ് ഡാറ്റയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് കിട്ടും, അവർ സോ ദാറ്റ് ദേ ക്യാൻ ഇംപ്രൂവ് എന്നൊക്കെയുള്ള ആ ഒരു ഇത് വന്നപ്പം അവരതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഈ ഡാറ്റേൻ്റെ ഇൻക്രീസ് ഉള്ളതിൻ്റെ അല്ലെങ്കിൽ ഡാറ്റ ഗ്രോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിനുള്ള ടെക്നോളജി, ഈ ഡാറ്റയിൽ നിന്ന് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ടെക്നോളജിയും നമുക്കവിടെ ഇമ്പ്രൂവ് ചെയ്യണം. ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. ബിക്കോസ് ഓർഗനൈസേഷൻ അവരൊരു കൺസിഡറേഷൻ എന്താണ്? അപ്പം ഈ ഒരു ഡാറ്റ നമുക്കിങ്ങനെ വരുന്ന ഡാറ്റാസിൻ്റെ ഉള്ളിലൊക്കെ അവർക്ക് വെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ ഉണ്ടാവും, അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ ഉണ്ടാവും എന്നുള്ളതിൽ അവർ അങ്ങനെയുള്ള ഡാറ്റാസൊക്കെ കുറേ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. നമ്മൾ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ യൂസ് ചെയ്തതിൻ്റെ. ഇപ്പോൾ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയാണ്, ഒരു ഓട്ടോമൊബൈൽ കമ്പനി, ഞാൻ ജസ്റ്റ് അത് ഫുള്ളായിട്ട് വായിക്കുന്നില്ല കേട്ടോ. ഒരു കാറ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ കാറ് കൊടുക്കുന്ന കമ്പനി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാറ് നമ്മളെ സെയിൽ ചെയ്തതിന് ശേഷം അവരുടെ റിപ്പയർ പാർട്ട്നേഴ്സിൻ്റെ അടുത്തു നിന്ന്, ഈ കാറിൻ്റെ റിപ്പയർ പാർട്ട്നേഴ്സില്ല, അവരുടെ അടുത്തു നിന്ന് ഫീഡ്ബാക്കൊക്കെ കളക്ട് ചെയ്തു. ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ സെയിൽ തുടങ്ങിയ സമയത്ത് തന്നെ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അവരുടെ റിപ്പയർ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് കളക്ട് ചെയ്തു. എന്നിട്ട് ആ ഫീഡ്ബാക്ക് വെച്ചിട്ട് അവരതിൽ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ ഇവർ ചെയ്തത് സ്റ്റാർട്ടിങ്ങിൽ തന്നെയായിരുന്നു. സോ ദാറ്റ് അവരെ ഇതിലെന്താണുള്ള പെട്ടെന്ന് തന്നെ എന്താണ് അതിൻ്റെ പ്രോബ്ലംസ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് അവരുടെ ഡിഫക്ട്സൊക്കെ പെട്ടെന്ന് റെഡിയാക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഇതിലാണ് അവരിങ്ങനെയുള്ളൊരു ഡിസിഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതെന്താണ് അവിടെ എന്താ ചെയ്യുന്നത്? എഗെയിൻ ഡാറ്റ, ഈ ഒരു ബിഗ് ഡാറ്റ അല്ല, ഈ ഒരു ഡാറ്റയിൽ എന്താ ചെയ്യുന്നത്? അനലൈസ് ചെയ്തിട്ട് അവരുടെ അടുത്ത് കിട്ടുന്ന ഫീഡ്ബാക്കിനെ അനലൈസ് ചെയ്തിട്ട് അതിനെന്താ പ്രോബ്ലം എന്നുള്ളതെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. ആ എക്സാമ്പിൾ ഞാൻ പറയുന്നില്ല കേട്ടോ, ജസ്റ്റ് നോക്കിയാൽ മതി.
Okay, in fact, text analytics is being used in a wide variety of big data use cases, from social media analysis to warranty analysis to fraud analysis. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ബിഗ് ഡാറ്റ ഒരുപാട് അല്ലെങ്കിൽ ബിഗ് ഡാറ്റേൻ്റെ മുകളിൽ ടെക്സ്റ്റ് അനാലിറ്റിക്സ് എന്ന് പറഞ്ഞ ടെക്നിക്ക് നല്ല വൈഡായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? സോഷ്യൽ മീഡിയ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, വാറൻറ്റി അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഫ്രോഡാണോ അല്ലേ നമ്മൾ ഇതിൻ്റെ മുമ്പേ കണ്ടിട്ടുണ്ടാകും അല്ലേ, ഫ്രോഡാണെന്നൊക്കെ എല്ലാം കണ്ടുപിടിക്കാൻ. അങ്ങനെ ഫ്രോഡ് അനാലിസിസിന് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബിഗ് ഡാറ്റേൻ്റെ മുകളിൽ നമ്മൾ ടെക്സ്റ്റ് അനലിറ്റിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബിസിനസ് ആർ ഇൻക്രീസിംഗ്ലി ബിഗിനിങ് ടു അനലൈസ് എ merged വ്യൂ ഓഫ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ ടുഗദർ ടു ഗെറ്റ് എ ഫുൾ പിക്ചർ. അതുപോലെ തന്നെ ഈ ബിസിനസ്സൊക്കെ വെറും സ്ട്രക്ചേർഡ് ഡാറ്റ മാത്രമല്ല കൺസിഡർ ചെയ്യുന്നത്, ദേ ആർ കൺസിഡറിങ് ബോത്ത് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ്. രണ്ട് ടൈപ്പ് ഓഫ് ഡാറ്റയും അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് ഡാറ്റയിൽ നിന്നുമുള്ള ഡാറ്റ എടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവരെ ഡിസിഷൻസൊക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് നമുക്ക് ആ ഇൻട്രൊഡക്ഷനിൽ. ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലോറിങ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ. നമ്മൾ അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. What sets unstructured data apart from structured data is that its structure is unpredictable. അല്ലേ, ആ ടേം തന്നെ ഉണ്ടല്ലേ. അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ഡാറ്റയും സ്ട്രക്ചേർഡ് ഡാറ്റയും ഡിഫറൻസ് എന്താണ്? അൺസ്ട്രക്ചേർഡ് ഡാറ്റ ആകുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് ഇറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ അല്ലേ, നമുക്കറിയില്ല. പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കില്ല ഉണ്ടാവുക. അങ്ങനത്തെ ഡാറ്റയാണ് നമ്മൾ അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുന്നത്. സം പീപ്പിൾ ബിലീവ് ദാറ്റ് ദ ടേം അൺസ്ട്രക്ചേർഡ് ഡാറ്റ ഇസ് മിസ്ലീഡിംഗ് ബിക്കോസ് each text source may contain its own specific structure or formatting based on the software that created it. In fact, it is the content of the document that is really unstructured. ചില ആൾക്കാർ പറഞ്ഞതെന്താ വെച്ചാൽ നമുക്ക് അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറഞ്ഞുകൂടാ, കാരണം അതിൻ്റെ ടെക്സ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് കറക്റ്റാണ്, അതിനൊരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റിനാണ് എന്തില്ലാത്തത്, സ്ട്രക്ചർ ഇല്ലാത്തത് എന്നാണ് കുറച്ച് ആൾക്കാർ പറയുന്നത്. ജസ്റ്റ് കുറേ ആൾക്കാരുടെ വ്യൂസ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് തന്നിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് എന്നല്ല, ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സുള്ള ഡാറ്റാസ് തന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. ഇപ്പോൾ ഡോക്യുമെൻറ്റ് ടൈപ്പ് അതൊരു ഡാറ്റയാണ് അല്ലേ. ഡോക്യുമെൻറ്റിൽ നമുക്ക് കിട്ടുന്ന ഡാറ്റ, ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഡോക്യുമെൻറ്റ് ഡാറ്റാസ് ഉണ്ടാവും അല്ലേ. അതിൻ്റെ ചെറിയൊരു എക്സാമ്പിളാണ്. ഇതിനുള്ളിൽ സാധനം എഴുതേണ്ട, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഡോക്യുമെൻറ്റ് ഡാറ്റ പറഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും ആ ഡോക്യുമെൻറ്റ് ഡാറ്റേൻ്റെ ഉള്ളിലുണ്ടാവുക. ഇത് എഴുതേണ്ടത്, ഇത് ബൈഹാർട്ട് പഠിക്കൊന്നും വേണ്ട. ഡോക്യുമെൻ്റ് ഡാറ്റ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. ഇപ്പോൾ ഇതിൽ പറഞ്ഞൊരു എക്സാമ്പിൾ, ഇപ്പോൾ ബാങ്കിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ഡോക്യുമെൻറ്റ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ, ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇതിൽ ലോൺ എടുത്തതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഒരു എക്സാമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ ഇമെയിൽസിലാകുമ്പോൾ എന്താ, അവിടെ വേറൊരു സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഡോക്യുമെൻ്റ് സ്ട്രക്ചറാണോ ഇമെയിലിൽ യൂസ് ചെയ്യുക? അല്ല, ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് സ്ട്രക്ചർ. അപ്പോൾ അത് അതിൻ്റെ ഒരു എക്സാമ്പിൾ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇമെയിലാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചറായിരിക്കും യൂസ് ചെയ്യുക. പിന്നെ ലോഗ് ഫയൽസ് ആണെങ്കിലോ അതിന് വേറെ സ്ട്രക്ചർ ആയിരിക്കും യൂസ് ചെയ്യുക അല്ലേ. അതും ഡാറ്റയാണ്, ബട്ട് ഇൻ ദാറ്റ് ഡാറ്റ ഇറ്റ് ഈസ് യൂസിങ് അനദർ സ്ട്രക്ചർ, വേറെ സ്ട്രക്ചറുള്ള ഡാറ്റയാണ് അവിടെ ഉണ്ടാകുന്നത്. ട്വീറ്റ്സ് ആണെങ്കിലോ അതിൽ വേറെ ടൈപ്പ് ഡാറ്റ ആയിരിക്കും ഉണ്ടാവുക. ഫേസ്ബുക്ക് പോസ്റ്റ് ആണെങ്കിൽ വേറെ ടൈപ്പ് എന്നല്ല, ഐ മീൻ വേറെ സ്ട്രക്ചർ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഡിഫറെൻറ്റ് സോഴ്സസ് അല്ലെങ്കിൽ ഈ ഒരു ഡിഫറെൻറ്റ് ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലൊക്കെ ഓരോന്നിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റേൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ദേ ഓൾ ആർ ഡിഫറെൻറ്റ് അല്ലേ. എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റയാണ് ഇവിടെയൊക്കെ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് എന്നല്ല, ഡിഫറെൻറ്റ് സ്ട്രക്ചറുള്ള ഡാറ്റയാണ് ഈ ഒരു ഡിഫറെൻറ്റ് ഇതിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളത് അല്ലേ. സോ നോക്കാം ക്ലിയർലി. സം ഓഫ് ദീസ് എക്സാമ്പിൾസ് ഹാവ് മോർ സ്ട്രക്ചർ ദാൻ അതേഴ്സ്. For instance, a bank loan note has some structure in terms of sentences and template it might follow. An email might have little structure. A tweet or Facebook message might have strange abbreviation or characters, and a log file have its own structure. ഇവിടെ നമ്മളിപ്പോൾ 5 എണ്ണം കണ്ടു അല്ലേ. ഈ 5 എണ്ണത്തിൽ നമ്മൾ ഡോക്യുമെൻ്റ് എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽസൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ.
ബട്ട് അതിൻ്റെയൊക്കെ ദേ ഹാവ് ദെയർ ഓൺ സ്ട്രക്ചർ. അവർക്ക് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഓരോ സ്ട്രക്ചർ ഉണ്ട്. പക്ഷേ സ്ട്രക്ചർ ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ട്വീറ്റ് നമ്മളിപ്പോൾ അതുപോലെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇടുക, നമുക്ക് അതിൽ എന്തെങ്കിലും റൂൾ ഉണ്ടോ, ഇങ്ങനെ ഇടാൻ പാടും, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടോ? ഒന്നുമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലേ. അതുപോലെ ട്വീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള എക്സാമ്പിൾസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ഒന്നും എന്തില്ല, നമുക്കൊരു ഡെഫിനറ്റ് സ്ട്രക്ചർ ഇല്ല. അല്ലെങ്കിൽ വി ക്യാൻ പോസ്റ്റ് എനി വേ, നമുക്കൊരു എന്ത് ഇതിൽ വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വേറൊരു എക്സാമ്പിൾ ലോഗ് ഫയൽസ്. നമ്മൾ നേരത്തെ അല്ലേ എത്ര ലോഗ് ചെയ്ത ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്ന ഫയലാണ് ലോഗ് ഫയൽ. അതിന് എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫോമാറ്റ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സിലുള്ള ഡാറ്റാസിനൊക്കെയാണ് ഡാറ്റേനൊക്കെയാണ് ഇവിടെ ഒരു ഓർഗനൈസേഷനിൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ചിലതിന് സ്ട്രക്ചർ ഉണ്ടാകും, ചിലതിന് അൺസ്ട്രക്ചേർഡ് ആയിരിക്കും. ക്ലിയർ? ഓക്കെ. സോ നെക്സ്റ്റ് ടോപ്പിക് ഇസ് വാട്ട് ഇസ് ടെക്സ്റ്റ് അനലിറ്റിക്സ്. നമ്മൾ ഓൾറെഡി കണ്ട സാധനമാണല്ലേ. ടെക്സ്റ്റ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ട്രാൻസ്ഫർമേഷൻ ഓഫ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ ഇൻ ടു സ്ട്രക്ചേർഡ് ഡാറ്റ അല്ലേ. അൺസ്ട്രക്ചേർഡ് ഡാറ്റേനെ സ്ട്രക്ചേർഡ് ഡാറ്റയിലേക്ക് മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്, നമ്മൾ ടെക്സ്റ്റ് അനലിറ്റിക്സ് എന്ന് പറയാം. ഓക്കെ, നോക്കാം. Numerous methods exist for analyzing unstructured data. Historically, this technique came out of technical areas such as natural language processing, knowledge discovery, data mining, information retrieval and statistics. അപ്പോൾ നമുക്ക് ഈ അൺസ്ട്രക്ചർഡ് ഡാറ്റേനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ടെക്നിക്സ് ഉണ്ട്. ഇതിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് പറയുന്നത് പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിൽ യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിൽ വരുന്നതാണ് നമുക്ക് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട് എല്ലാം. കാരണം വെച്ചാൽ ഓരോ ഡാറ്റയും ഓരോ സ്ട്രക്ചറിലായി, അപ്പോൾ ഓരോ ടൈപ്പ് ടെക്നിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്, നോളേജ് ഡിസ്കവറി ഉപയോഗിക്കുന്നുണ്ട്, ഡാറ്റ മൈനിങ് ഉപയോഗിക്കുന്നുണ്ട്, ഇൻഫർമേഷൻ റിട്രീവൽ ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ ടെക്നിക്സ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവും. ദെൻ text analytics is a process of analyzing unstructured text, extracting relevant information and transforming it into structured information that can then be leveraged in various ways. ഇതാണ് അതിൻ്റെ കറക്റ്റ് ഡെഫിനേഷൻ. നമ്മൾ മറ്റേ ചെറിയൊരു ഡെഫിനേഷൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി മുന്നേ പറഞ്ഞപ്പോൾ. അതിനൊരു കറക്റ്റ് ഡെഫിനേഷൻ ഇവിടെ തരുന്നുണ്ട്. ടെക്സ്റ്റ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അനലൈസിങ് അൺസ്ട്രക്ചേർഡ് ടെക്സ്റ്റ് അല്ലേ. അൺസ്ട്രക്ചേർഡ് ടെക്സ്റ്റ് എടുക്കുക, അതിനെ അനലൈസ് ചെയ്യുക, അതിന് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതിനെ എക്സ്ട്രാക്ട് ചെയ്യുക, അതിനെ എന്നിട്ട് എന്ത് ചെയ്യുക, സ്ട്രക്ചേർഡ് ഇൻഫർമേഷൻ ആയിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യുക. ആൻഡ് എന്നിട്ട് പിന്നെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ സ്ട്രക്ചേർഡ് ഇൻഫർമേഷൻ. ആ ഒരു ടെക്നിക്കിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെക്സ്റ്റ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. The analysis and extraction process take advantage of techniques that originated in computational linguistics, statistics and other computer science disciplines. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സുകളൊക്കെ ഇങ്ങനെയുള്ള കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സിനെയും സ്റ്റാറ്റിസ്റ്റിക്സിനെയും അതുപോലെ ഓരോ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഓരോ ടൈപ്പ് ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസ് വെച്ചിട്ടാണ് ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇതിൻ്റെ, അതായത് ഒരു സ്ട്രക്ചേർഡിലേക്ക് എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് അനലിറ്റിക്സിൻ്റെ ഒരു എക്സാമ്പിളാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയാണ്. അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയിൽ 2 പ്ലാൻസ് ഉണ്ട്. പുതിയ 2 പ്ലാന് ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്, പ്ലാൻ എയും പ്ലാൻ ബി. ഓക്കെ, അപ്പോൾ നമ്മളോട് അല്ലെങ്കിൽ അവിടെയുള്ള കസ്റ്റമർ കെയറിനോട് പറയുകയാണ് ഈ 2 പ്ലാൻ ലോഞ്ച് ചെയ്തതിൽ പ്ലാൻ എനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് ഒന്ന് എടുക്കണം, എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് എടുക്കണം എന്ന് പറയുമ്പോൾ ഈ കസ്റ്റമേഴ്സ് എന്താ ചെയ്യാൻ, നമ്മളെ കസ്റ്റമേഴ്സിനെയൊക്കെ വിളിക്കും അല്ലേ. കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് എന്താ ചെയ്യുക, കസ്റ്റമേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് അവരുടെ അടുത്ത് ഡാറ്റ കളക്ട് ചെയ്യും. എങ്ങനെയുണ്ട്, നിങ്ങൾ ഈ പ്ലാൻ യൂസ്ഫുൾ ആണോ, അങ്ങനെയാണെന്ന് നോർമലി ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ അങ്ങനെ ഡാറ്റ പ്ലാൻ എനെ കുറിച്ചാണ്. അപ്പോൾ പ്ലാൻ എനെ കുറിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്യുമ്പം ഈ കസ്റ്റമേഴ്സ് ഉണ്ടാക്കി വെക്കുന്ന ഒരു ഇങ്ങനെ തന്നെയാണല്ലോ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ, ഒരു സാമ്പിൾ കോൾ റെക്കോർഡർ ഡോക്യുമെൻ്റാണ് ഈ കാണിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണിത്. ഈ ഡോക്യുമെൻറ്റിൽ എന്താ ഉണ്ടാവുക, ഈ എക്സിക്യൂട്ടീവ് ഈ ഓരോ കസ്റ്റമേഴ്സിനെ വിളിച്ചിട്ടും അവർ തരുന്ന റെസ്പോൺസ് ആയിരിക്കും ഇതിൽ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ എന്തിനെക്കുറിച്ചാണ് നമ്മൾ എന്തിൻ്റെ ഡാറ്റയെ കളക്ട് ചെയ്യുന്നത്, പ്ലാൻ എനെ കുറിച്ചുള്ള ഡാറ്റയാണ് ഇവിടെ കളക്ട് ചെയ്യുന്നത്.
ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോരുത്തരെയും കോൾ ചെയ്തതിൻ്റെ ഇത് പറയുന്നത് XYZ കോൾ ചെയ്തു, പ്ലാൻ ഇങ്ങനെയാണ്. അപ്പോൾ അവർ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഫോമാറ്റിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. കസ്റ്റമർ XYZ കോൾഡ് അബൌട്ട് പ്ലാൻ എ പ്രൊമോഷൻ, എക്സ്പ്ലെയിൻ പ്ലാൻ, കസ്റ്റമർ തിങ്സ് റോൾ ഓവർ മിനിറ്റ്സ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. പിന്നെ ABCനെ വിളിച്ചപ്പോൾ എന്താ പ്ലാൻ എ പ്രൊമോഷൻ, കസ്റ്റമർ തോട്ട് ഇറ്റ് വാസ് റെഡിക്കുലസ് ആൻഡ് റോൾ ഓവർ മിനിറ്റ്സ് വർ നോട്ട് ഇൻ പ്ലാൻ. അല്ലേ? പിന്നെ പൊട്ടൻഷ്യൽ കോൾഡ് അബൌട്ട് പ്ലാൻ എ പ്രൊമോഷൻ സെഡ് ദാറ്റ് പ്ലാൻ വാസ് എക്സ്പെൻസീവ്. പൊട്ടൻഷ്യൽ കോൾഡ് അബൌട്ട് പ്ലാൻ എ പ്രൊമോഷൻ സെഡ് ദാറ്റ് 4G ഡാറ്റ നോട്ട് ഇനഫ്. അങ്ങനെ ഓരോ കസ്റ്റമേഴ്സിനെ വിളിക്കുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് അവരെ എന്തിനെ കുറിച്ച് സംസാരിക്കാനാണ് വിളിച്ചത്, ആരെയാണ് വിളിച്ചത്, ആൻഡ് ദ ഫീഡ്ബാക്ക് ദേ ഗെറ്റ് ഫ്രം ദ കസ്റ്റമേഴ്സ്, അതാണ് ഈ ഡോക്യുമെൻറ്റിൽ നോട്ട് ചെയ്യുക. കണ്ടോ? ഓക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആക്ച്വലി ദിസ് ഈസ് ആൻ അൺസ്ട്രക്ചേർഡ്, ഇതിന് കറക്റ്റ് ഒരു സ്ട്രക്ചറൊന്നും ഇല്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു അൺസ്ട്രക്ചേർഡ് ഡോക്യുമെൻ്റാണ് ഈ ഒരു കാണിച്ചിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. നോക്കാം എങ്ങനെ മാറ്റുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ദ അണ്ടർലൈൻ വേർഡ്സ് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ യു മൈറ്റ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വൈ പ്ലാൻ ഈസ് ഇൻ ഗെയിനിങ് റാപ്പിഡ് അഡാപ്റ്റേഷൻ. അപ്പോൾ ഈ പ്ലാൻ എന്തുകൊണ്ടാണ് ആൾക്കാരൊന്നും ഇത്രയും യൂസ് ചെയ്യാത്തത്, പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാത്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ള എൻക്വയറി നടത്താൻ വേണ്ടിയിട്ട് കോൾ ചെയ്തപ്പോൾ അതിൻ്റെ ഇത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഡോക്യുമെൻ്റാണിത്. സോ വി ക്യാൻ സീ ദാറ്റ് നമ്മളിത് എന്തിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് കളക്ട് ചെയ്തതെന്നുള്ളതാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചത്. ആൻഡ് ദാറ്റ് ഇസ് അബൌട്ട് പ്ലാൻ എ. ശരിയല്ലേ? ഓക്കെ. ഫോർ എക്സാമ്പിൾ, ദ എൻറ്റിറ്റി പ്ലാൻ എ അപ്പിയേഴ്സ് ത്രൂ ഔട്ട് ദി കോൾ സെൻറ്റർ നോട്ട്സ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ റിപ്പോർട്ടർ മെൻഷൻ ദ പ്ലാൻ. അല്ലേ? അപ്പോൾ 2 പ്ലാൻ ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞാൽ പ്ലാൻ എനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ, പ്ലാൻ ബിനെ കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. എന്നിട്ട് ഇതിൽ അതുപോലെ കുറച്ച് സാധനങ്ങളാണ്. നമ്മൾ ആ ഒരു ഡാറ്റ എടുത്ത് നോക്കിയാൽ അതിൽ റോൾ ഓവർ മിനിറ്റ്സ്, 4GB ഡാറ്റ പ്ലാൻ, എക്സ്പെൻസീവ്, ഇങ്ങനെയുള്ള കുറച്ച് ടേംസ് അവിടെ കാണാം. അപ്പോൾ ഇങ്ങനത്തെ ടേംസ് ഇന്ന് നമ്മൾ സിസ്റ്റത്തിൽ ലേൺ ചെയ്യിക്കുക കേട്ടോ. അത് അങ്ങനെയാണല്ലോ അനാലിസിസ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ടേംസ് ഉണ്ടാവും. ആൻഡ് ദീസ് ടേംസ് ആർ ദ എവിഡൻസ് ദാറ്റ് ആൻ ഇഷ്യൂ എക്സിസ്റ്റ് വിത്ത് റോൾ ഓവർ മിനിറ്റ്സ്, ദ ഡാറ്റ പ്ലാൻ ആൻഡ് ദി പ്രൈസ്. ശരിയല്ലേ? ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? റോൾ ഓവർ മിനിറ്റിനെ കുറിച്ച് എന്തോ പ്രശ്നമുണ്ട്, അതിനെന്തോ പ്രോബ്ലം ഉണ്ട്, 4GB ഡാറ്റയ്ക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്, ഡാറ്റ അല്ലേ. പിന്നെ അതുപോലെ ഇതിൻ്റെ എക്സ്പെൻസീവാണ്, ഡാറ്റ പ്ലാൻസൊക്കെ എക്സ്പെൻസീവാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടുന്ന ഡാറ്റ എന്ന് പറയുന്നത്. Words like ridiculous and stupid provide insight into the caller sentiments, which in this case is negative. ഇതിൽ ചില ഡാറ്റയിൽ കാണാം. ഇതിൽ ചില ആൾക്കാർ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലാൻ എ ഇല്ല, ഓക്കെ, പ്ലാൻ ബിയിൽ കണ്ടോ റെഡിക്കുലസ് ഇല്ലേ. അതുപോലെ പ്ലാൻ BCയിൽ പിന്നെ പ്ലാൻ വാസ് എക്സ്പെൻസീവ് എന്ന് പറയുന്നുള്ളൂ, റെഡിക്കുലസ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റുപ്പിഡ് കണ്ട, അങ്ങനത്തെ കുറേ ടേംസൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടേംസ് തന്നെ കേട്ടാൽ നമുക്കറിയാം ദേ ഓൾ ആർ നെഗറ്റീവ് ടേംസിൽ. അപ്പോൾ അവരതിൽ ഹാപ്പി അല്ല എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കോളറിനെ കുറിച്ചുള്ള സെൻറ്റിമെൻ്റൽ ടേംസ് നമ്മുടെ ഇതിൽ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അത് അൺസ്ട്രക്ചേർഡ് ഡാറ്റയാണ്. നമ്മൾ ഇതിനെന്താക്കി മാറ്റാണ്? സ്ട്രക്ചേർഡ് ഡാറ്റയായിട്ട് മാറ്റാണ്. അപ്പോൾ ആ സ്ട്രക്ചേർഡ് ഡാറ്റയാക്കി മാറ്റണമെങ്കിൽ ഇതേ സാധനത്തിൻ്റെ മുകളിൽ നമ്മൾ 4 ആട്രിബ്യൂട്ട്സ് ആക്കി മാറ്റി. ഐഡൻറ്റിഫയർ ഉണ്ടാവും, എൻറ്റിറ്റി ഉണ്ടാവും, ഇഷ്യൂ ഉണ്ടാവും, സെൻറ്റിമെൻറ്റ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് വിളിക്കുന്നത് അല്ലേ, ആ എക്സിക്യൂട്ടീവ്സ് കോൾ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. എൻറ്റിറ്റി പറഞ്ഞാൽ റിഗാർഡിങ് വാട്ട് അല്ലേ, എന്തിനെക്കുറിച്ചാണ് ആ എക്സിക്യൂട്ടീവ് ചോദിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ എൻറ്റിറ്റി. ആൻഡ് ഇഷ്യൂ പറഞ്ഞാൽ ഈ ഒരു എൻറ്റിറ്റിനുള്ള ഇഷ്യൂ എന്താണ്, ആൻഡ് വാട്ട് ഈസ് ദി സെൻറ്റിമെൻറ്റ് റിഗാർഡിങ് ദിസ്. ഇങ്ങനെയുള്ള 4 കോളംസ് ആക്കി മാറ്റി. മോളത്തെ ഡാറ്റ ആയതുകൊണ്ടാണ് ഈ ഒരു കോളത്തിൻ്റെ പേരുകളൊക്കെ ഇറ്റ് വിൽ ചേഞ്ച് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഡോക്യുമെൻറ്റ്. നമ്മളെ ഡോക്യുമെൻറ്റിനെ ബേസ് ചെയ്തൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ഒരു എക്സാമ്പിൾ പ്രകാരമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ എഴുതിയെടുക്കും അല്ലേ. XYZ വിളിച്ചു, എൻറ്റിറ്റി ദ പ്ലാനിനെ കുറിച്ച്, അയാൾ ഇഷ്യൂ പറയുന്നത് റോൾ ഓവർ മിനിറ്റ്സ് അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ജസ്റ്റ് അത് മാത്രമാണ്. സെൻറ്റിമെൻറ്റ് എന്താ, ന്യൂട്രൽ ഒന്നും പറഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് ടേംസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല അല്ലേ. സോ വി ക്യാൻ ടെൽ ദാറ്റ് ന്യൂട്രൽ. ABCനെ വിളിച്ചപ്പോൾ പ്ലാൻ എന്ന് പറഞ്ഞു, റോൾ ഓവർ മിനിറ്റ് പറഞ്ഞു, അയാളുടെ ഒരു സെൻറ്റിമെൻറ്റ് എന്തായിട്ട് നെഗറ്റീവായിരുന്നു. അയാൾ റെഡിക്കുലസ് എന്നൊക്കെ പറയുന്നില്ലേ, അപ്പോൾ നെഗറ്റീവാണ്.
അതുപോലെ 2 XXX ഇവർ ഓപ്പറേറ്റേഴ്സിനെ വിളിച്ചു. അവിടെ അവർ പറഞ്ഞത് എന്താണ്, എക്സ്പെൻസീവാന്ന് പറഞ്ഞു. ഒരാൾ ഡാറ്റ പ്ലാനിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ അവരെന്തെങ്കിലും പറഞ്ഞോ, സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. സോ ദാറ്റ് ഈസ് ന്യൂട്രൽ. അതുപോലെ XYZ ആണെങ്കിൽ പ്ലാനിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഡാറ്റ പ്ലാനെ കുറിച്ച് പറഞ്ഞു. അയാൾ അവിടെ പറയുന്ന സാധനം സ്റ്റുപ്പിഡ് അല്ലേ. സോ അതും എന്താണ്, അഗെയിൻ ഇറ്റ് ഇസ് എ നെഗറ്റീവ് വേർഡ്. അപ്പോൾ അതും ഇവിടെ എന്തായി നെഗറ്റീവ് ആക്കി. അപ്പം എന്താ ഉണ്ടായേ, ഈ ഒരു അൺസ്ട്രക്ചേർഡ് ഡോക്യുമെൻറ്റിനെ ഇവിടെ എന്താക്കി മാറ്റി, ഒരു സ്ട്രക്ചേർഡ് ഡോക്യുമെൻ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ. അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ഡാറ്റയിൽ നമുക്കൊരു സ്ട്രക്ചേർഡ് ഡാറ്റ എടുക്കുന്നതിനാണ് നമ്മളെ ടെക്സ്റ്റ് അനലിറ്റിക്സ് പറയുന്നത്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ക്ലിയർ? ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു ടെക്നിക്കിന് പറയുന്നതാണ് ടെക്സ്റ്റ് അനലിറ്റിക്സ് എന്നാണ് പറയുക. ഒരു എക്സാമ്പിൾ തന്നെയാണ്, അതുകൊണ്ടാണ് വായിക്കാത്തത്. നെക്സ്റ്റ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടെക്സ്റ്റ് അനലിറ്റിക്സ് ആൻഡ് സെർച്ച്. എന്താണ് ടെക്സ്റ്റ് അനലിറ്റിക്സും സെർച്ചും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. നമ്മൾ ടെക്സ്റ്റ് അനലിറ്റിക്സ് എക്സ്ട്രാക്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ സെർച്ച് ഇതുമായിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ നോക്കാം. ഓക്കെ, നോക്കാം. സെർച്ച് ഈസ് അബൌട്ട് റിട്രീവിങ് എ ഡോക്യുമെൻറ്റ് ബേസ്ഡ് ഓൺ വാട്ട് എൻഡ് യൂസേഴ്സ് ഓൾറെഡി നോ ദേ ആർ ലുക്കിംഗ് ഫോർ. ടെക്സ്റ്റ് അനലിറ്റിക്സ് ഈസ് അബൌട്ട് ഡിസ്കവറിങ് ഇൻഫർമേഷൻ. സെർച്ച് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ആ യൂസർക്ക് എന്തൊക്കെ അറിയാം, അതിൽ യൂസർ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റ ഇല്ലേ, അതേ ഡാറ്റ തന്നെയാണ് എന്തിലെടുക്കുന്നത്, സെർച്ചിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി നോൺ ആയിട്ടുള്ള സാധനം തന്നെയാണ് വീണ്ടും ഉപയോഗിക്കുന്നത്. പക്ഷേ ടെക്സ്റ്റ് അനലിറ്റിക്സിൽ എന്താ ചെയ്യുന്നത്, അവിടെ പുതിയൊരു ഡാറ്റ അല്ലെങ്കിൽ പുതിയൊരു ഇൻഫർമേഷൻ അവിടെ ഡിസ്കവർ ചെയ്യുക, കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പുതിയൊരു നോളജ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പുതിയൊരു ഇൻഫർമേഷൻ ഡിസ്കവർ ചെയ്യുകയാണ് ടെക്സ്റ്റ് അനലിറ്റിക്സിൽ ചെയ്യുന്നത്. ഇതാണ് ഇത് മെയിൻ ഡിഫറൻസ് ആണ് കേട്ടോ. മറ്റേത് ഓൾറെഡി നോൺ ഡാറ്റ തന്നെയാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ന്യൂ ഒരു ഇൻഫർമേഷനാണ് അതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. While text analytics differs from search, it can augment search techniques. For example, text analytics combined with search can be used to provide better categorization or classification of documents and to produce abstracts or summaries of documents. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞാൽ നമുക്ക് വെറും ടെക്സ്റ്റ് അനലിറ്റിക്സ് ഉപയോഗിക്കുന്നതിന് പകരം അതിൻ്റെ കൂടെ സെർച്ചും കൂടി കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഈ ഡാറ്റ അനാലിസിസിൻ്റെ കുറേ ഏരിയാസിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ കാറ്റഗറൈസേഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്, അതുപോലെ പ്രൊഡ്യൂസ് അബ്സ്ട്രാക്ട്സ്, സമ്മറീസ്, ഡോക്യുമെൻറ്റ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറേയും കൂടി യൂസ്ഫുൾ ആയിരിക്കും സെർച്ചും കൂടി ഇതിന് കൂടെ വരികയാണെങ്കിൽ. ഇതാ table illustrates 4 technologies: query, data mining, search and text. നമ്മൾ കേട്ട ടെക്നോളജീസ് ആണ്. നമ്മൾ ഇവിടെ ഈ ബിഗ് ഡാറ്റയിൽ നമ്മൾ മിക്കവാറും കേൾക്കുന്ന ടെക്നോളജീസും ആണ്. ക്വറി അല്ലേ, ഡാറ്റ മൈനിങ്, സെർച്ച്, ടെക്സ്റ്റ് അനാലിറ്റിക്സ്, ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മളിവിടെ എപ്പോഴും കോമൺ ആയിട്ട് കേൾക്കുന്ന കുറച്ച് ടേംസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം ഇത് വായിച്ചിട്ട് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ടേബിളാണ്. ഈ ടേബിളിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഡാറ്റേനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള സ്ട്രക്ചേർഡ് ഡാറ്റയുണ്ട്, അൺസ്ട്രക്ചേർഡ് ഡാറ്റയുണ്ട്. സ്ട്രക്ചറിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളായിരിക്കും ഉപയോഗിക്കുക. അൺസ്ട്രക്ചേർഡ് ഡാറ്റേനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ വേറൊരു സെറ്റ് ഓഫ് പ്രോസസ്സായിരിക്കും അവിടെ ഉപയോഗിക്കുന്നുണ്ടാവും. ശരിയല്ലേ? ഇനി സ്ട്രക്ചേർഡ് ഡാറ്റേൻ്റെ റിട്രീവലിന് യൂസ് ചെയ്യുന്നത് ക്വറിയാണ്. അതുപോലെ തന്നെ ഇൻസൈറ്റ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് പുതിയ ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഡാറ്റ മൈനിങ് ടെക്നിക്കാണ്. അൺസ്ട്രക്ചേർഡ് ഡാറ്റ ആണെങ്കിലോ ദ റിട്രീവൽ പ്രോസസ് യൂസ്ഡ് ഇസ് സെർച്ച് ആൻഡ് ദി ഇൻസൈറ്റ് യൂസ്ഡ് ഫോർ അൺസ്ട്രക്ചേർഡ് ഡാറ്റ ഇസ് ടെക്സ്റ്റ് അനലിറ്റിക്സ്. ടെക്സ്റ്റ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞ ടെക്നിക്കാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് വായിച്ചിട്ടേ. ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ടേബിൾ ആർ ക്വറി ആൻഡ് സെർച്ച് വിച്ച് ആർ ബോത്ത് അബൌട്ട് റിട്രീവൽ അല്ലേ. റിട്രീവലിന് യൂസ് ചെയ്യുന്ന 2 സാധനങ്ങളാണ്, ഒന്ന് ക്വറി, ഒന്ന് സെർച്ച്. ക്വറി റിട്രീവ് ചെയ്യുന്നത് സ്ട്രക്ചേർഡ് ഡാറ്റയിൽ നിന്നും സെർച്ച് റിട്രീവ് ചെയ്യുന്നത് അൺസ്ട്രക്ചേർഡ് ഡാറ്റയിൽ നിന്നുമാണെന്ന് മാത്രം. ഫോർ എക്സാമ്പിൾ, ആൻ എൻഡ് യൂസർ കുഡ് ക്വറി എ ഡാറ്റാബേസ് ടു ഫൈൻഡ് ഔട്ട് ഹൗ മെനി കസ്റ്റമേഴ്സ് സ്റ്റോപ്ഡ് യൂസിങ് ദി കമ്പനീസ് സർവീസ് ഇൻ ദ പാസ്റ്റ് മന്ത്. The query would return a single number. Only by asking more and different queries will the end user get the information required to determine why customers are leaving.
ഓക്കെ. അപ്പം നമുക്കൊരു ഡാറ്റാബേസിൽ നിന്ന് ഇപ്പോൾ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ഡാറ്റാബേസിനായിക്കോട്ടെ നമുക്ക് എത്ര ആൾക്കാർ ഈ ഒരു ഇത് വിട്ട് പോയിട്ടുണ്ട്, ഈ ഒരു നമ്മൾ ഓപ്പറേറ്റർ വിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ജസ്റ്റ് എന്താ ഈ ഒരു ക്വറി കൊടുക്കും അല്ലേ, എത്ര ആൾ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് അല്ലെങ്കിൽ ഇന്ന ഒരു ഏരിയയിൽ എത്ര ആൾക്കാർ ഈ ഒരു ഓപ്പറേറ്ററിൽ നിന്ന് പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോയിട്ടില്ല എന്നുള്ളതിൻ്റെ നമ്മളൊരു ജസ്റ്റ് എൻക്വയറി നടത്തും. അതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടും നമുക്കൊരു വാല്യൂ ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി either 10 ആവാം അല്ലെങ്കിൽ 5 ആവാം, അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും, അതായത് എത്ര ആൾ പോയിട്ടുണ്ടെന്നുള്ളതിൻ്റെ വാല്യൂ. പക്ഷേ നമുക്ക് അതിനേക്കാളും കുറേ ഡീറ്റെയിൽസ് ഫർദർ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മുകളിൽ വീണ്ടും ക്വറി അപ്ലൈ ചെയ്ത് അങ്ങനെ ഒരുപാട് ക്വറീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫൈനൽ റിസൾട്ടിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്വറീൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ഒരു സിംഗിൾ ക്വറീനെ കൊണ്ട് നമുക്ക് നമ്മളെ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തണമെന്നില്ല. ഓക്കെ, അതവിടെ പറഞ്ഞു. Likewise, keyword search allows the end user to find the document that contain the names of a company's competitor. The search would return a group of documents. Only by reading the documents would the end user come up with relevant answers to his or her questions. രണ്ടാമത്തെ ടെക്നിക്കാണല്ലോ സെർച്ച് എന്ന് പറഞ്ഞ ടെക്നിക്ക്. സെർച്ച് എന്ന് പറഞ്ഞ ടെക്നിക്കിൽ എന്താ ചെയ്യുക, നമ്മൾ എന്തെങ്കിലും ഒരു കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ കീവേഡ് ആ ഡോക്യുമെൻറ്റിൽ എവിടേക്കാണോ ഉള്ളത് അത് മുഴുവൻ വരും അല്ലേ. നിങ്ങൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്തു, അതിനല്ലേ കീവേഡ് സെർച്ചിൻ്റെ അവിടെ നടക്കുന്നത്. അവിടെ എന്താണ് ആ ഒരു ടേം എവിടെയൊക്കെ ഉണ്ടോ, അതെങ്ങനെയാണ് യൂസ് ചെയ്തത്, എന്താ യൂസ് ചെയ്തത്, അതൊന്നുമില്ല. ഈ ഒരു ടേം എവിടെയൊക്കെ ഉണ്ടോ ആ ഡോക്യുമെൻ്റൊക്കെ ആയിരിക്കും ഇതിൻ്റെ റിസൾട്ടായിട്ട് വരിക. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് നമ്മുടെ സെർച്ച് എന്ന് പറഞ്ഞ ടെക്നിക്ക്. ഓക്കെ, അത് കൂടാണ്ട് വരുന്ന ഇൻസൈറ്റ് എടുക്കാൻ, ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റയിൽ നിന്നെങ്കിൽ ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടെക്നിക്കാണ്. ഒന്ന് ഡാറ്റ മൈനിങ് എന്ന് പറഞ്ഞ ടെക്നിക്കും ഉണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞ ടെക്നിക്കും. ഡാറ്റ മൈനിങ് യൂസ് ചെയ്യുന്നത് നമ്മൾ സ്ട്രക്ചേർഡ് ഡാറ്റേൻ്റെ മുകളിലും, ടെക്സ്റ്റ് അനലിറ്റിക്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ അൺസ്ട്രക്ചേർഡ് ഡാറ്റേൻ്റെ മുകളിലും ആണെന്ന് മാത്രം. Okay, the technology on the left returns pieces of information and requires human interaction to synthesize and analyze that information. അപ്പോൾ ഇതിന് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിലുള്ള രണ്ടുണ്ട്, ഡാറ്റ മൈനിങ്ങും അതുപോലെ തന്നെ ടെക്സ്റ്റ് അനലിറ്റിക്സും. ഇതിന് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഹ്യൂമൻ ഇൻട്രാക്ഷൻ കൂടി വേണം അല്ലേ. The technologies on the right, data mining and text analytics, deliver insight much more quickly. അപ്പോൾ മറ്റേതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസാണ് എന്ത്, ഡാറ്റ മൈനിങ്ങും അതുപോലെ തന്നെ ടെക്സ്റ്റ് അനലിറ്റിക്സ് എന്നും പറയുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു ടെക്സ്റ്റ് അനലിറ്റിക്സ് എന്താണ്, അതുപോലെ ബിഗ് ഡാറ്റ എന്താണെന്നുള്ളതിൻ്റെ. താങ്ക് യു.